ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് വ്യാഴാഴ്ചയിലത്തെ വിശേഷമാണ്. നല്ലൊരു ദിവസമായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ പരിപാടികളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു ദിവസം. അപ്പം ഞാനാണ് ഇന്ന് കിച്ചണിൽ ഫുൾ എൻ്റെ ഇഷ്ടത്തിന് ചോറും കറികളും ഒക്കെ വെച്ചത് കേട്ടോ. ഞാൻ പറയാറില്ലേ, എനിക്കിഷ്ടം അങ്ങനത്തെ സംഭവങ്ങളാണെന്ന് പറയാറില്ലേ. അപ്പോൾ രാവിലെ ഇപ്പോൾ പിള്ളേർസ് സെറ്റ് മൊത്തം നേരത്തോടെ എണീക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഉറക്കമില്ല. അപ്പോൾ അങ്ങനെ കുട്ടികൾ വലുതാവല്ലേ, അപ്പോൾ അവർ ഉച്ചയ്ക്ക് ഇപ്പോൾ ഉറക്കം വളരെ കുറവാണ്. അതുപോലെ തന്നെ അപ്പോൾ രാത്രിയിൽ വേഗം ഉറങ്ങും, നേരത്തോടെ ഉറങ്ങി നേരത്തോടെ എണീക്കുക. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ വലുതാകുമ്പോൾ അവർ തന്നെ അവരുടേതായ ഒരു കൃത്യവും കണിശവും വരുത്തും. അതുപോലെ ഇപ്പോൾ പ്ലേ സ്കൂളിൽ പോകുമ്പോൾ അവർ പറയായിരുന്നു, അവർ പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു, ഡയപ്പർ മാറ്റേണ്ട കാര്യങ്ങൾ അതൊക്കെ അവർ തന്നെയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കും, കുട്ടികളെ ഇപ്പോഴും ഡയപ്പർ ഇടിച്ചിട്ടാണോ എന്ന്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, കുട്ടികൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതിന് ശേഷമാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ സ്കൂളിൽ പോയി വരുമ്പോഴുമാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ കുട്ടികളെ എന്ത് തന്നെയായാലും നമ്മൾ ഡയപ്പർ ഇടിയിക്കും. പിന്നെ ചാക്കോച്ചൻ കൊച്ചാണ്, അവനത് മാറ്റാറായിട്ടില്ല. അപ്പോൾ ഇന്ന് പതിവില്ലാണ്ട് ഇപ്പോൾ കുറേ നാളായിട്ട് ഒരു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വിമർശനങ്ങളൊന്നും ഇല്ലാണ്ട് സമാധാനത്തിൽ പോകുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇന്നൊരു റൂത്തിമോൾ മാത്യു എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് ഭയങ്കര പ്രശ്നം. അതായത് നമ്മളുടെ വീട്ടിലെ കുട്ടികൾക്ക് എന്നും അസുഖം വരുന്നു, അത് നമ്മൾ പണിയെടുക്കാണ്ടാണ്. അതായത് കുട്ടികളെ ഡയപ്പർ ഇടിയിക്കുന്നു, അതുവഴി അലക്കലൊക്കെ മെഷീനിലാണ്, വേറെ പണിയൊന്നുമില്ല, 3 തടിച്ചുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. അപ്പോൾ എനിക്ക് ഈ റൂത്തിമോളോട് പറയാനുള്ളത്, എന്താണ് നിങ്ങൾ ഈ 3 തടിച്ചുകളെന്ന് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ ആകെ ഡിവൈനും ഡിമ്പിളാണ് ഒരു ഇത്തിരി തടിയുള്ളവർ. എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്കങ്ങനെ തടിയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെ കണ്ണിൽ ഓരോ തരം ഇതാണല്ലോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് ഇരിക്കാൻ പോലും ഞങ്ങൾക്കിവിടെ 3 പെണ്ണുങ്ങൾക്കും സമയം കിട്ടാറില്ല. റൂത്തിമോളുടെ കാര്യമല്ല കേട്ടോ, ഞാൻ ഞങ്ങളെപ്പോലുള്ള പെണ്ണുങ്ങളുടെ കാര്യം പറയുന്നത്. ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിൽ അത്യാവശ്യം എല്ലാ പണികളും ചെയ്യുന്നവരാണ് ഞങ്ങൾ 3 പേരും. പിന്നെ കുട്ടിക്ക് എന്താണ് അങ്ങനെ തോന്നിയെന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ വെറുതെ മോളിരിക്കുന്നത് കൊണ്ടാണല്ലോ ഇതൊക്കെ കാണാനും ഇതുപോലെ ഓരോ കാര്യങ്ങൾക്ക് പറയാനും തോന്നുന്നത്. അപ്പോൾ അതുപോലെ വേറൊരു കുട്ടി, ശ്വേത എന്ന് പറഞ്ഞൊരു കുട്ടി, ആ കുട്ടിയും പറഞ്ഞു പുറമേന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഈ വീട്ടിലുള്ളവർക്ക് അസുഖം എന്ന്. എനിക്ക് തോന്നിയിട്ടില്ല നമ്മളുടെ വീട്ടിൽ ഇന്ന് വരെ നമ്മൾ അന്നാന്ന് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളുടെ വീട്ടിൽ പനിയായിരുന്നു ചുമയായിരുന്നു എന്ന് പറയും എന്നതൊഴിച്ച് ദൈവം സഹായിച്ച് ഇതുവരെ വലിയ പറയാവുന്ന തരം അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്ന് വരുന്ന ഒരു അസുഖം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ എന്താ പറയുക, നമ്മളുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്ന പോലെ മറ്റുള്ളവരൊരിക്കലും നമ്മളുടെ കാര്യം ശ്രദ്ധിക്കില്ല. പിന്നെ ചൂണ്ടിക്കാണിക്കാം, അയ്യോ അത് വേണ്ടായിരുന്നു ഇത് വേണ്ടായിരുന്നു എന്നൊക്കെ പറയാം, അതൊക്കെ ഓക്കെ. പക്ഷേ ഈ അടച്ചങ്ങട് പറയുമ്പോൾ നമുക്കതൊരു കേൾക്കുമ്പോൾ പിന്നെ ഈ പറയുന്നവരുടെ വീടുകളിലെ കുട്ടികൾക്കോ ആൾക്കാർക്കോ ഒന്നും അസുഖം വരാത്ത പോലെയാണ് അവർ പറയണ കേട്ട. അങ്ങനെ തന്നെ ആവട്ടെ ലോകം മുഴുവൻ. കാരണം ഇപ്പോൾ എവിടെ നോക്കുമ്പോഴും എല്ലാവർക്കും അസുഖങ്ങളാണ്. എന്ന് വെച്ചിട്ട് വലിയ വലിയ അസുഖം എന്നല്ല പറയണത്. അത് ഒരാൾ ഒരു ഭക്ഷണം കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അതുകൊണ്ടൊന്നും അല്ല. വരാനുള്ളത് എപ്പോഴായാലും എവിടെയായാലും വരും. പിന്നെ നമ്മളെ ശ്രദ്ധിക്കുന്ന പോലെ ഒരിക്കലും നിങ്ങളിൽ ഒരാൾ നമ്മളെ ശ്രദ്ധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കുറച്ച് അത്യാവശ്യം എന്താ പറയുക വിവരത്തോടു കൂടി കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടാൽ നല്ലത് കേട്ടോ. അത്രയേ ഉള്ളൂ. ഇതൊരു ദേഷ്യമോ പരാതിയോ ഒന്നുമല്ല, ഞാനുള്ള കാര്യം പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഡിംപിളും ഇന്ന് കൊണ്ടാക്കാനായിട്ട് ഡിംപിൾ ഇവരുടെ കൂടെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർക്കൊരു ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ മുട്ടച്ചുരുളായിരുന്നു. മുട്ടച്ചുരുളെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മളുടെ മൈദയും മുട്ടയും ഒരു തുണ്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി കുറച്ച് പാൽ ഒഴിച്ചാൽ നല്ലതാണ്. കുട്ടികൾ എന്താ ചെയ്തതെന്നുള്ളത് എനിക്കറിയില്ല. അടിച്ച് നല്ലോണം നേരിയതായിട്ട് പരത്തി ആ ചൂട്ടോടെ അതിലേക്ക് നാളികേരവും ഏലക്കായ കുറച്ചിട്ട് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അതിൽ വെച്ച് റോൾ ചെയ്യുക. ചിലയിടത്ത് പോക്കറ്റ് എന്ന് പറയും, നമ്മൾ ഇവിടെ തൃശ്ശൂർക്കാർ മുട്ടച്ചുരുളെന്നാണ് പറയുക കേട്ടോ. ഇന്ന് അതായിരുന്നു. അപ്പോൾ വളരെ കുറച്ച് മധുരമിട്ട്, കാരണം ഇന്ന് പെട്ടെന്ന് സൂത്രത്തിൽ കഴിക്കേണ്ട കാരണമാണ് അത് ഇട്ടത്. അപ്പോൾ ചിലപ്പോൾ വിചാരിക്കും രാവിലെ തന്നെ മധുരമാണോ കഴിക്കണേന്നുള്ളത്. അപ്പോൾ അതൊക്കെ ചില ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ വേണ്ടി വരും. അപ്പം നിങ്ങളതറിയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനിത് എല്ലാ ദിവസവും വന്ന് നിങ്ങളോട് പറയുന്നത് കൊണ്ടാണ്. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും എന്താണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളും ഇതുപോലെയൊക്കെ നോക്കുന്നുണ്ടോയെന്ന് നിങ്ങൾ ഓരോരുത്തരും സ്വയം ചോദിച്ചാലേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങളിത് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ അറിയണേന്ന്. എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയും, എനിക്കങ്ങനെ ഒളിച്ച് വെക്കാനൊന്നും അറിയില്ല. എനിക്ക് വേണമെങ്കിൽ എന്താ പറയുക, ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ അതങ്ങനെയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൽ എന്നെ ഇഷ്ടപ്പെടുന്നത് ഞാൻ ഈ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഒരു മറവും തിരിവില്ലാണ്ട് പറയുന്നത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വേണമെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് മോശം നിങ്ങളെ കാണിക്കണ്ട എന്ന് തോന്നുന്നത് എനിക്ക് മാറ്റി വയ്ക്കാം.
പക്ഷേ ഞാനത് കാണിക്കാത്തത് എന്തോ എനിക്ക് അത് ഇഷ്ടമല്ല. എനിക്ക് ഞാനായിട്ട് കാണിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ ദേ ഡാഡിയും മക്കളും ആദ്യം പോയി, ഡോൺ ദേ രണ്ടാമത് പോയി, ഞാനും ഡിവൈനും കാര്യങ്ങൾ നോക്കാനായിട്ട് വരികയായി. അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ചാക്കോച്ചൻ ഫുൾ ടൈം താഴ്ത്ത് ഇങ്ങനെ ഭയങ്കര കളിയും ബഹളമൊക്കെ ആട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഡിവൈൻ ബിസിനസ്സിൻ്റെ കാര്യത്തിലേക്ക് കടന്നു, ഞാൻ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. അപ്പം നമുക്ക് ഞായറാഴ്ച തൊട്ട് നോയമ്പാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ മറന്നിട്ട് കുറേ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതെങ്ങനെയെങ്കിലും ഈ 2 ദിവസം കൊണ്ട് അവസാനിപ്പിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളെ വെള്ളിയാഴ്ചയാണ് എങ്കിൽ പോലും ഞാൻ പറഞ്ഞു നാളത്തെ വെള്ളിയാഴ്ച നോക്കണ്ട മക്കളെ, കാരണം ഇത് നമുക്ക് വേസ്റ്റാക്കി കളയാൻ പറ്റില്ലല്ലോ, ഓർക്കാണ്ട് ചെയ്തു പോയതാണ്. അപ്പോൾ വേഗം ഞാൻ എന്ത് കാണിച്ചു വെച്ചാൽ ബീഫ് നേരെ എടുത്ത് കട്ട്ലേറ്റിലേക്ക് അടിച്ചു വെച്ചു, കിഴങ്ങൊക്കെ പുഴുങ്ങി വെച്ചു. ഞാൻ വിചാരിച്ചു കട്ട്ലേറ്റിലേക്ക് ഉണ്ടാക്കാം, പിന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ കീമ ഇട്ടിട്ട് ചെയ്യാം, എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബീഫ് അങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ചു. ചിക്കൻ ഇന്ന് ഉച്ചയിലത്തേക്ക് എടുത്തു. അപ്പോൾ ഇത് ഇന്ന് ഞാൻ ഈസി ഇതാണ് കേട്ടോ, മോര് കാച്ചിയതാണ്. അപ്പോൾ അതിലേക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ചെയ്ത് നോക്കിക്കോ, ഭയങ്കര എളുപ്പമുള്ള സംഭവമാണ്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഒന്നുമില്ല കാര്യമായിട്ട്, ചുവന്നുള്ളി വേണം, പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയിട്ട് അരിഞ്ഞത് വേണം, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ എന്തുട്ടാണ് കടുക്, മുഴുവൻ മുളക്, ഉലുവ, വേപ്പില, പച്ചമുളക്, ഇങ്ങനെ കുറച്ച് നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് കേട്ടോ. കുറച്ച് തൈരും. അപ്പോൾ തൈര് പുളി ഉള്ളതാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ഉപ്പ് കൂട്ടിയിടാനും ഒക്കെ നോക്കുക. അതിപ്പോൾ നമ്മൾ രുചിച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ. ഇവിടെ സെറ്റ് കേടായിരുന്നു, അതുകൊണ്ട് തന്നെ തീരെ പുളി ഉണ്ടായിരുന്നില്ല. എന്നാലും പിന്നെ കുട്ടികൾക്ക് അധികം പുളി ഇല്ലാത്തത് തന്നെയാണ് മോരുകറി ഇവിടെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സെറ്റ് കേർഡ് എടുത്തു. അപ്പോൾ അതാ സെറ്റ് കേർഡ് ഞാൻ ഒരു കപ്പ് സെറ്റ് കേർഡാണെങ്കിൽ ഒരു 1.5 കപ്പ് വെള്ളം, അപ്പോൾ നമുക്കറിയാമല്ലോ മോരാക്കുമ്പോൾ ഉണ്ടാവുന്ന അത് മിക്സിയിലൊന്ന് അടിച്ച് കഴിഞ്ഞാൽ ആ കട്ടകളൊക്കെ ഒന്ന് ഒഴിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോട്ടോ, നല്ല ടേസ്റ്റാട്ടോ അത്. അപ്പോൾ ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയാണ് ഇതിന് നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകിട്ട് പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഉലുവ കുറച്ചിട്ടു. അപ്പോൾ നമ്മളെപ്പോഴും പറയും തൈര് ചേർക്കുന്ന അല്ലെങ്കിൽ മോര് ചേർക്കുന്ന കറികളിൽ ഉലുവ ഇട്ടാൽ നല്ലതാണെന്ന് പറയും കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയൊരു അറിവിൽ പറയുന്നതാണ് കേട്ടോ, എത്രത്തോളം ഞാൻ കേട്ടറിവാണ് എനിക്ക്, അതുകൊണ്ട് ഞാനും ചെയ്യാറുണ്ട്. അപ്പോൾ ദേ കടുകിട്ടു, അത് കഴിഞ്ഞ് ഉലുവയിട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ചുവന്ന മുളക് അരിഞ്ഞ് വെച്ച് ഞാൻ കത്രിക കൊണ്ട് കട്ട് ചെയ്തിടുക ചെയ്യുക. അതിട്ട് അതൊന്ന് ചെറുതായി ഒന്ന് മൂക്കുമ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കൊത്തി അരിഞ്ഞതാണ്, അതൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് അതൊന്ന് മൂക്കുമ്പോൾ അപ്പോഴേക്കും നല്ല മണാട്ടോ. ഇത് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ ഇത് കൊത്തി അരിഞ്ഞിടുമ്പോൾ ഒരു പ്രത്യേക മണമാണല്ലോ. അപ്പോൾ ഞാനിതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് പച്ചമുളക് ഒന്ന് കീറിയിട്ടു. അപ്പോൾ നമ്മളുടെ എരിവ് ഈ ചുവന്ന മുളകിലും പച്ചമുളകിലും അടങ്ങിയിരിക്കും. പിന്നെ തുണ്ട് മുളക് പൊടി ഇടണു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എരിവ് ഈ പച്ചമുളകിൽ വേണമെങ്കിൽ കൂട്ടി ഇടാം കേട്ടോ. അങ്ങനെ അതൊന്ന് നല്ലോണം മൂത്ത് കഴിയുമ്പോൾ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞിടുക, കുറച്ചിട്ടാൽ മതി, കുറേ വേണ്ട. കാരണം ഇവിടെ ഇഷ്ടമല്ല ഇങ്ങനെ മോരുകറിയിലൊക്കെ കുറച്ച് കഷ്ണങ്ങൾ കിടക്കണത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളി കുറച്ച് ഇടാറുള്ളൂ കേട്ടോ. ചിലർ നല്ലോണം ഉള്ളി ഇടും. അപ്പോൾ ഇത് ഉള്ളിയും കൂടി ഇട്ട് നന്നായി ഒന്ന് മുരിയാനായിട്ട് വിടുക. അപ്പോൾ ഈ ചീനച്ചട്ടി നമ്മുടെ ഇൻഡസ് വാലിയുടെയാണ് കേട്ടോ. എന്നോട് 2-3 പേര് ചോദിച്ചായിരുന്നു ഇൻഡസ് വാലിയുടെ ഇത് എങ്ങനെയുണ്ട് എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നല്ലതാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നോക്കി നിൽക്കണം, കാരണം ആ ചൂട് കുറേ നേരത്തേക്ക് അവിടെ നിൽക്കും. അപ്പോൾ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ അടുപ്പ് സിമ്മിലിടാണ് ഈ ചീനച്ചട്ടിക്ക് നല്ലത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് നല്ലോണം ഇളക്കി ഒന്ന് മൂത്ത പരുവാകുമ്പോൾ നമ്മളതിലേക്ക് ഒരു തുണ്ട് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതെന്തുണ്ടായെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ആദ്യം ഒരു ബെല്ല് വന്നു, ഞാൻ വാതിൽ തുറക്കാൻ പോയി. അത് കഴിഞ്ഞ് രണ്ടാമതൊരു ബെല്ലും കൂടി വന്നതോടുകൂടി എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയിട്ടോ. അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇത്തിരി കൂടുതലിടണം, എന്നാലേ ആ മഞ്ഞ കളർ കിട്ടുള്ളൂ. മുളക് പൊടി ഇത്തിരി കുറച്ച് ഇടണം. ഞാൻ ആ കോളിംഗ് ബെല്ലടിച്ച ആ തിരക്കിൽ എൻ്റെ കയ്യിൽ നിന്ന് അളവ് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു വ്യത്യാസം കളറിൽ വന്നിട്ടുണ്ട്, പക്ഷേ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ അടിച്ച് വെച്ച ആ മോരുണ്ടല്ലോ അത് അതിലേക്ക് ഒഴിക്കുക. തിളയ്ക്കാൻ അനുവദിക്കരുത് കേട്ടോ, തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അതായത് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് അത് അങ്ങോട്ട് മൂടി വയ്ക്കുക. അപ്പോൾ എനിക്ക് എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ ഒരു പരുവത്തിൽ വന്നപ്പോൾ എനിക്ക് വീണ്ടും കോളിംഗ് ബെല്ലടിച്ചു. പോസ്റ്റ്മാനായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാലോ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ ആ ഗേറ്റ് വരെ എത്തണം. അപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ട് പോയെങ്കിലും ചീനച്ചട്ടി ചൂടായി കിടക്കായിരുന്നു. അപ്പോൾ അതിൽ കിടന്നിട്ട് ശരിക്ക് ഈ കറി ശരിക്കും ഒന്ന് തിളച്ചു എന്ന് തോന്നുന്നുണ്ട്. തിളച്ചാൽ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ പിരിഞ്ഞ പോലെയാവും, ആ ഒരു ഒഴുക്കനിൽ കിട്ടില്ല.
അങ്ങനെയായി ഇന്ന് എൻ്റെ മോരുകറി കേട്ടോ. സൂപ്പർ മോരുകറിയാണ്. ഒന്നുമില്ല പണി, കണ്ടില്ലേ നിങ്ങൾ, ഒരു പണിയില്ല. നമ്മൾ മോര് ഇതെങ്ങനെ ആക്കിയിട്ട് ഇതൊക്കെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ചടപടയുന്ന 5 മിനിറ്റ് കൊണ്ട് മോരുകറി. അപ്പം ഞാൻ ബോൺലെസ് ചിക്കൻ ഒരു ബോക്സ് ഇരിക്കുന്ന കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു അത് ഇന്നെടുത്ത് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച് അത് ഞാൻ ഒന്ന് വേവിച്ചു. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ എളുപ്പപ്പണിക്ക് കുക്കറിൻ്റെ ഉള്ളിലിട്ടിട്ടാണ് വേവിച്ചേട്ടാ, അല്ലാണ്ട് ചീറ്റിക്ക് എടുക്കൊന്നുമല്ല. അങ്ങനെ ദേ ഇഞ്ചി വേപ്പില പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സബോള ഇട്ട്, ഇഞ്ചി വേപ്പില പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട്, ചിക്കൻ മസാല ഇട്ട് മൂത്ത് കഴിഞ്ഞപ്പോൾ തക്കാളി അരിഞ്ഞിട്ടു. തക്കാളി നല്ലോണം നേരിയതായിട്ട് അരിഞ്ഞാലേ പെട്ടെന്ന് ആവുള്ളൂ കേട്ടോ. അതിട്ട് ആ ചിക്കൻ്റെ ചാറ് ഒഴിച്ചിട്ട് ഒന്ന് തക്കാളി ഉടയനെ വരെ നോക്കിയിട്ട് പിന്നെ അങ്ങനെ ഇട്ട് ഒന്ന് വറ്റിച്ച് റോസ്റ്റ് ചെയ്തെടുത്തു. അപ്പോൾ ആ സമയം കൊണ്ട് ദേ ഇപ്പുറത്ത് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ എത്തിയിട്ടോ. അപ്പോൾ ദേ അവർ ഡാഡീനെ പുറത്തിറക്കാണ്ടിരിക്കാൻ ഊർമ്മ ചാരി നിൽക്കണതാ. രണ്ടാളും കൂടി കൂടിയാളുണ്ടല്ലോ, എന്താ പറയുക, കുട്ടി കുറുമ്പന്മാരെ 2 പേരും. ഒരാൾക്ക് ഒരാളെ കാണാണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തോമു ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ പാച്ചു കരയും. പാച്ചു താഴ്ത്ത് കരയണ ഒച്ച കേട്ടാൽ തോമുവിന് അവിടെ മുകളിൽ നിൽക്കാൻ പറ്റില്ല, ഓടി താഴേക്ക് വരും. പിന്നെ 2 പേരും കൂടി കെട്ടിപ്പിടുത്തവും സംഗമമൊക്കെയാണ് കേട്ടോ. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ അപ്പുറത്ത് പ്ലാവൊന്ന് മുറിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ മുറിച്ച പ്ലാവിൻ്റെ തടി ഇവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തടി എടുക്കാൻ ഇപ്പോൾ വന്നപ്പോൾ ഫുൾ പുല്ലുകൊണ്ട് മൂടി. അപ്പോൾ അവർ പുല്ല് ചെത്തിയിട്ട് വേണം ഇനി തടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വന്നിട്ടുള്ള കുട്ടികളാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇപ്പുറത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ചീനച്ചട്ടി, ഇതിപ്പോൾ നേരത്തെ വലിയ ചീനച്ചട്ടിയായിരുന്നു, ഇത് ഇൻഡസിൻ്റെ തന്നെ ചെറുതാണ്. ഇതിലിട്ടിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ തന്നെ അവിടെ കിടന്ന് വറ്റും. നമ്മുടെ കാസ്റ്റ് അയണിൻ്റെ പോലെ തന്നെയാണ് ഇട്ടതും. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഊണൊക്കെ കഴിഞ്ഞു, എല്ലാതും കംപ്ലീറ്റായി. അങ്ങനെ ഒരു മീൻ വറുത്തത് ബാക്കി വന്നു, കുറച്ച് ചിക്കൻ്റെ. അപ്പോൾ ഞാൻ ഈ ചിക്കൻ്റെ ഗ്രേവിയിലാണ് കട്ട്ലേറ്റിന് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയണതാണ്, ഇത് നമ്മൾ ഇന്നലെ രാത്രിയിലത്തെ ചപ്പാത്തി ബാക്കി വന്നത്. അപ്പം ഞാനത് പൂരിക്ക് കട്ട് ചെയ്ത് വെച്ചു. ഞാൻ വിചാരിച്ചു നാളെ രാവിലെ പൂരി ഉണ്ടാക്കിയ ആ പരിപാടി അവിടെ കഴിഞ്ഞല്ലോ. അങ്ങനെ ഞാൻ അവർക്കുള്ള പട്ടികൾക്കുള്ള പുട്ടിനുള്ളത് കുഴച്ച് എന്താ പറയുക ആവിയിൽ വെച്ച് ടൈമറിലിട്ടിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഡിംപിൾ വേഗം കഴുകി തന്നു. എനിക്ക് വേഗം ആ ഭാഗം ഒന്ന് ക്ലീനാക്കി തന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, അപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഈ തലയ്ക്കൊരു കനം പോലെ, അറിയാലോ, ഇത് പനി കഴിഞ്ഞതിൻ്റെ ആ ഒരു ക്ഷീണമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് കേട്ടിട്ട് പറയണ്ട നമ്മുടെ വീട്ടിൽ എന്നും അസുഖമാണെന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ എന്താണ് ഈ കുട്ടികൾ ഇങ്ങനെ പറയണതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇവരുടെ വീടുകളിലൊന്നും നിരുവീഴ്ചയും പനിയൊന്നും കുട്ടികൾക്ക് ഉണ്ടാവണില്ല എന്ന് തോന്നുന്നുണ്ട്. ഉണ്ടാവാണ്ടിരിക്കട്ടെ, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നാട് എപ്പോഴും നന്നായിരിക്കണം എന്നാണ് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം. അത് കഴിഞ്ഞത് ഡാഡിയും മോളും പാച്ചും കൂടിയിട്ട് പല്ലിൻ്റെ അന്ന് പറഞ്ഞല്ലോ പല്ലിൻ്റെ അത് ചെയ്യാനായിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പോയി വരണോട് കൂടിയിട്ട് ഞാൻ ചായയൊക്കെ വെച്ച് റെഡിയാക്കി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ മിൽമയുടെ പാൽ അല്ലെങ്കിൽ ഗുഡ് ലൈഫാണ്, ഏലക്കായി ഇട്ടിട്ട് അതിൽ കുറച്ച് ചുക്കുപൊടി അല്ലെങ്കിൽ ഇഞ്ചി ഉണക്കിയതുണ്ടാവും, അതാണ് ഞാൻ ചെയ്യുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കോഫി എടുക്കുമ്പോൾ ചായയാണ് കേട്ടോ. ചായയിൽ എനിക്കിഷ്ടമാണ് ഇങ്ങനെ 2 ബിസ്ക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ബട്ടർ പേസ്റ്റ് ചെയ്തിട്ട് കഴിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പണിയാണ് കേട്ടോ. അത് ആരോ റൂട്ടായാലും ഞാൻ ചെയ്യും. ഇത് മാക് വൈറ്റ്സിൻ്റെയാണ്, ഇത് മറ്റേ ഷുഗർ ഫ്രീയുടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ബട്ടർ പേസ്റ്റ് ചെയ്ത് കഴിക്കും. അപ്പോൾ 4 എടുത്ത് കഴിഞ്ഞാൽ 2 സെറ്റായില്ലോ. അതും ഒരു ഗ്ലാസ് ചായ ആയി കഴിഞ്ഞാൽ എന്താ പറയുക വയറ് ഇനി പിന്നെ രാത്രിയിലേക്ക് മതി ഫുഡ്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ സ്നാക്സിൻ്റെ ആവശ്യമില്ല കേട്ടോ. അങ്ങനെ പാച്ചുക്കുട്ടൻ വന്നു. പാച്ചുക്കുട്ടൻ കിടന്ന് ഉറങ്ങാനായിട്ടുള്ള പുറപ്പാടാണ്. പക്ഷേ വേഗം തന്നെ എണീറ്റ്, ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. അവൻ എണീറ്റു. അപ്പോഴേക്കും സന്ധ്യയായി. അപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇരിക്കുമ്പോഴേക്കും എണീക്കാനുള്ള സമയമായി എന്ന് പറയില്ലേ, എണീക്കുമ്പോഴേക്കും ഇരിക്കാനുള്ള സമയം. ആ പറഞ്ഞ പോലെയാണ് ഞങ്ങളുടെ ഈ വീട്ടിലെ ലൈഫ്. ഞാൻ കളിയാക്കിയിട്ട് എപ്പോഴും പറയും, എന്നോടൊരു വരം ചോദിച്ചാൽ ഞാൻ 24 മണിക്കൂർ എന്നുള്ളത് 26 മണിക്കൂറാക്കി തരണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക എന്ന് പറയും. അതായത് തിരക്കൊണ്ടാണല്ലോ നമ്മളങ്ങനെ പറയുക. അപ്പോൾ ആ എന്നോടാണ് പണിയെടുക്കാണ്ട് ഇരിക്കണമെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ തമാശ കേട്ടോ തോന്നിയത്. അത് എന്താ പറയുക, റൂത്തിമോൾ അങ്ങനെ ആവുമായിരിക്കും വേണമെങ്കിൽ, അതുകൊണ്ടായിരിക്കും. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, അതിന് വേറെ മറുപടിയൊന്നുമില്ല. അങ്ങനെ കുട്ടികൾ വന്നു അവരുടേതായ കാര്യങ്ങൾ ഏർപ്പെട്ടു. അപ്പോൾ ഇത് നല്ല ഒരു സെറ്റാണ് കേട്ടോ. നല്ല ഒരു സെറ്റ് മാലയും, സാധാരണ നമ്മൾ മന്ത്രകോടിക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു മാലയും നെക്ലസും അതിൻ്റെ കമ്മലും. ഇത് ഇതൊക്കെ പ്ലേറ്റ് ചെയ്ത് വന്നതാണ് ഇന്ന് രാത്രി, അതായത് നാളെ രാവിലെ പോസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ കുട്ടികൾ അവരുടേതായ പണികളിലേക്ക് ഏർപ്പെട്ടു. അവർ എന്താ പറയുക അത് സെറ്റ് ചെയ്യാനും പാക്ക് ചെയ്യാനും ഒക്കെ ആയിട്ടിരുന്നു.
ഞാൻ വീണ്ടും കിച്ചണിലേക്ക് കടന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ കട്ട്ലേറ്റിലേക്ക് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സമയം കൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ചാക്കോച്ചൻ എപ്പോഴും എൻ്റെ കൂടെയാവും. തോമും പാച്ചും അവിടെ കളിയാവും. അപ്പോൾ കളിയല്ല, സെറ്റിമ കിടന്ന് അവരുടേതായ കളികളിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ മാച്ച് തുടങ്ങുമ്പോൾ ഡാഡി പതുക്കെ അവിടെ പോവും. അപ്പോൾ എന്താ പറയുക, പിള്ളേർസ് അവരുടെ കൂടെ നിൽക്കും, ഡാഡിയുടെ കൂടെ നിൽക്കും, ഞാൻ ചാക്കോച്ചനും കൊണ്ട് കിച്ചണിൽ നിൽക്കും. അങ്ങനെയാണ്. അപ്പോൾ അതേ ഇത് നല്ല തരം റൂബിയുടെ മാലയാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ 4-5 കളറുണ്ട്. അപ്പോൾ അധികം വിലയുമില്ല, എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ള സംഭവമാണ്. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് ഡാഡി പാക്ക് ചെയ്യാനും ഒതുക്കി വയ്ക്കാനും ഒക്കെ അവർ 3 കൂടിയിട്ട് അവരുടേതായ കാര്യങ്ങളിൽ ഏർപ്പെട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സമയം കൊണ്ട് അവർക്കുള്ള ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചൂട്ടോടെ തന്നെ ഞാൻ അതെടുത്ത് സംഭവം ഇന്ന് ചോറുണ്ടെങ്കിലും ഞാൻ പുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ 2 പഴം നല്ല പഴമായിരുന്നു. പക്ഷേ നമ്മുടെ ചാക്കോച്ചൻ ഇവിടെ നിന്ന് എത്തിച്ച് അവനത് എടുത്തപ്പോൾ അത് താഴേക്ക് വീണു. കുട്ടിക്ക് അറിയില്ലല്ലോ, അവനത് എടുത്തിട്ട് താഴ്ത്തിരുന്ന് കളിച്ചപ്പോൾ നമ്മുടെ റോബസ്റ്റ് പഴമല്ലേ അറിയാലോ, പ്ലീന്നായിപ്പോയി. അപ്പോൾ പിന്നെ നമ്മളുടെ വീട്ടിൽ പിന്നെ ഒന്നും കളയേണ്ടി വരില്ല. അത് വേറെ ഏതെങ്കിലും രൂപത്തിൽ എൻ്റെ 3 മക്കളുടെ വയറ്റിലേക്ക് ഞാൻ എത്തിക്കും. അതായത് പട്ടിക്കുട്ടികളുടെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അങ്ങനെ പിന്നെ എനിക്ക് ചാക്കോച്ചൻ കൂടെയുള്ള കാരണം എനിക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന വിധമൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലിവർ കുറച്ച് കൊണ്ടുവന്നതുണ്ടായിരുന്നു, അത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ഒരു വറുത്ത് ഡൗണിന് കൊടുക്കാം. അത് കഴിഞ്ഞ് മീൻ വറുത്തു. അങ്ങനെ ഇന്ന് എന്തെന്നാ പറയുക, രാത്രി ചോറാണ്, ചപ്പാത്തിയല്ല. ഇന്ന് ഉച്ചകാലത്തെ മോരുകറിയും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് നേരത്തോടെ കഴിഞ്ഞു കേട്ടോ പരിപാടികൾ. 9:15 ഇന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുട്ടികളെയും കൊണ്ട് ഞാൻ പറഞ്ഞു വേഗം കയറിക്കോ, കാരണം ഫുൾ ടൈം ഈ 2 പേരും കൂടിയിട്ടുള്ള അംഗമായ കാരണം ഡിവൈനെ ഒട്ടും പറ്റാണ്ടായി. കുട്ടികൾ വലുതാവല്ലേ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ വന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഇന്നൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മളുടെ എണ്ണമയം ഉണ്ടാവണ കറികളൊക്കെ എടുക്കുമ്പോൾ ഉണ്ടാവണ പാത്രമാണല്ലോ. അപ്പോൾ ഇത് ഞാൻ മോരുകറി ഉണ്ടാക്കിയ പാത്രം. അപ്പോൾ ഇതിൽ കുറച്ച് നമ്മുടെ ഡിഷ് വാഷ് ഇട്ടിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഇടാം. ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് നല്ലോണം കുലുക്കുക. അപ്പോൾ അതായത് ഇതെനിക്ക് അങ്ങനെ കുലുക്കാൻ പറ്റിയില്ല. സാധാരണ നമ്മുടെ മൂടിയുള്ള ശരിക്കുള്ള ഡിസ്പോസിബിൾ പാത്രമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലതാണ്. അങ്ങനെ ഇട്ടിട്ട് നന്നായി കുലുക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് അത് കഴുകുമ്പോൾ നല്ല ക്ലീനാവുമെന്ന് കണ്ടു ഞാൻ. എന്നാൽ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാട്ടോ. ശരിക്കും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഇതിപ്പോൾ ഇങ്ങനെ വെള്ളം കളഞ്ഞപ്പോഴാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്താ പറയുക സ്ക്രബ്, പിന്നെ സോപ്പില്ലാണ്ട് സ്ക്രബ് ചെയ്തപ്പോൾ കണ്ടോ ഇത് എൻ്റെ പഴയ പാത്രം കേട്ടോ, കുറേ നാളായിട്ടുള്ളത്, അതുകൊണ്ട് ആ കളർ അത് മീണ്ട്. മറ്റേതൊക്കെ ശരിക്കും നല്ല വൃത്തിയാവും. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഒന്നുമില്ല, ഡിഷ് വാഷ് കുറച്ച് ഒഴിച്ചിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം കുലുക്കുമ്പോൾ ആ എണ്ണമയം മുഴുവൻ ടിഷ്യൂ പേപ്പർ വലിച്ചെടുക്കണം. അതാണ് സംഭവം. പക്ഷേ നല്ലൊരു സൂത്രം കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ വിചാരിച്ചു ഇനിയും നമുക്ക് കറികളൊക്കെ ഡിസ്പോസിബിൾ പാത്രത്തിൽ കൊണ്ടുവരുമ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമായില്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പിള്ളേർസൊക്കെ കിടന്നു. ഞാൻ നമ്മുടെ കിച്ചണിൽ ഒരേ ഭാഗം ഒതുക്കി വന്നു തുടങ്ങി. അപ്പോൾ അറിയാലോ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യുന്നത്. അത് നമ്മളെല്ലാ അമ്മമാരും ഒരു വീട്ടിലെ അമ്മയായി നിൽക്കുന്ന എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളാണ്. രാത്രിയാകുമ്പോൾ ചിലയിടത്ത് ആണുങ്ങളാണ് ചെയ്യുക, എന്നാലും നമ്മൾ പെണ്ണുങ്ങൾ ചെയ്യുന്നത് അതൊരു നല്ലതാണ് കേട്ടോ. എല്ലാ ഭാഗവും നോക്കി വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും മറന്നു പോവേ അല്ലെങ്കിൽ വല്ലത് മൂടി വയ്ക്കാൻ മറക്കുക, ഫ്രിഡ്ജിൽ വയ്ക്കാൻ മറക്കുക, അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവസാനം എല്ലാവരും കിടന്നതിന് ശേഷം ഒന്ന് വട്ടിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അത് ചെയ്യണത് എപ്പോഴും നല്ലതാട്ടോ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇതൊക്കെ വലിച്ചു വാരിയിട്ടേക്കാം. ഞാൻ ചോദിച്ചാൽ അവിടെ തന്നെ കിടക്കട്ടെ, കാരണം നാളെ ആവാം ഒതുക്കൽ. കാരണം ഇന്ന് 2-3 ദിവസത്തെ കണക്ക് എഴുതിയിട്ടില്ല. അപ്പോൾ അതായിരിക്കാം ഇന്നത്തെ പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വേഗം ആ പരിപാടികൾക്കിരുന്നു. അപ്പോഴേക്കും പാച്ചൂട്ടൻ പകുതി ഉറക്കത്തിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിമ്പിൾ കുളിയൊക്കെ കഴിഞ്ഞ് പാച്ചുവിനെ ഉറക്കാൻ കൊണ്ടുപോയി. ഡാഡിയും പോയി കിടന്നുറങ്ങി. എന്നിട്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഇനി കഴിഞ്ഞു. ഇന്ന് നേരത്തോടെ കുറേ നേരം എനിക്ക് ഗ്രൂപ്പിൽ കുട്ടികളായിട്ട് കുറേ നേരം സംസാരിച്ചു. അത് വല്ലപ്പോഴാണ് എനിക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് കുറച്ച് നേരം ചാറ്റ് ചെയ്യാനായിട്ടൊക്കെ കിട്ടുക. അപ്പോൾ അത് ഞാൻ മാക്സിമം ആ സമയത്താണ് എന്തെങ്കിലും എനിക്ക് കിടന്നിട്ട് കാണാൻ വലിയ സുഖമില്ല, അല്ലെങ്കിൽ സെറ്റീമ കിടക്കണം. അപ്പോൾ ഞാനതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് ബെഡ്റൂമിലേക്ക് കിടക്കാൻ പോകാം. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുരിശ് വരച്ച് കിടക്കാറായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വിശേഷം കേട്ടോ. നാളെ അങ്ങനെ വെള്ളിയാഴ്ചയാണ്. എന്തൊരു വേഗം ഒരാഴ്ച കഴിയണേ. കുട്ടികൾക്ക് എന്താ പറയുക, തിങ്കളാഴ്ച എന്ന് പറയുമ്പോഴേക്കും വെള്ളിയാഴ്ചയാവും. പിന്നെ ശനി ഞായറും ശനിയാഴ്ച. ഈ ആഴ്ച പാരൻറ്റ്സ് മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. പിള്ളേർസ് 2 പേർക്കും ഒരേ ടൈമാണ്, അതുകൊണ്ട് പിന്നെ പോകാനും വരാനൊക്കെ
എളുപ്പമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരയ്ക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.